ഇത് എക്സ്പെർട്സിന്റെ മുന്നിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ചർച്ചയ്ക്ക് എടുക്കണം. കർശനമായ നടപടികൾ ഉണ്ടാവണം. ഉദ്യോഗസ്ഥന്മാര്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് റോഡ് സേഫ്റ്റി കമ്മീഷണറുടെ സീറ്റ് ഒഴിഞ്ഞു കിടന്നിട്ട് 2 കൊല്ലമായി. അപ്പൊ അദ്ദേഹത്തിനെ നിയമിച്ചേക്കുന്നത് ഇത്തരം എൻഫോഴ്സ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും ആണ്. അതേപോലെ തന്നെ ട്രാഫിക്കിനൊരു IG ഉണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ ഹൈവേ പോലീസിനെ വിന്യസിക്കണം. ട്രാഫിക് പോലീസ് അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടാവണം. കൂടാതെ നമുക്ക് അനേകം ഹൈവേ പോലീസിന്റെ ഷോർട്ടേജ് ഉണ്ട്, അത് നികത്തണം. അപ്പൊ ഒരു സുശക്തമായ പോലീസ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചെടുത്ത് നിൽക്കുള്ളൂ. കാര്യം അയഞ്ഞ മനോഭാവത്തോടെ ആരെയൊക്കെ പേടിച്ചാണ് പോലീസിലെ താഴേക്കിടയിലുള്ള ഗ്രൗണ്ട് ലെവൽ ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഇൻഫ്ലുവൻഷ്യൽ ഓഫീസേഴ്സും പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസും ഇല്ലെങ്കിൽ റോഡ് അപകടങ്ങൾ പിടിച്ചെടുത്ത് നിൽക്കും, നോ ഡൗട്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.